മുതലപ്പുഴയിലും നീണ്ടകരയിലും കാണാതായ 3 മത്സ്യത്തൊഴിലാളികൾക്കായി ഇന്നും തെരച്ചിൽ തുടരും. 11ാം ദിവസമാണ് 3 പേരെയും കണ്ടെത്താനായി തിരച്ചിൽ നടത്തുന്നത്. നാവികസേനയുടെ ഐനസ് കൽപ്പേനി നീണ്ടകരയിലും വിഴിഞ്ഞത്തും തെരച്ചിൽ നടത്തും. അഭിലാഷാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നത്. മുതലപ്പുഴയിലും നീണ്ടകരയിലും ഒക്കെ കാണാതായിട്ടുള്ള 3 മത്സ്യത്തൊഴിലാളികൾക്കായിട്ടുള്ള കണ്ടെത്താനുള്ള ശ്രമങ്ങൾ കുറച്ച് ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 11ാം ദിവസത്തിലേക്കാണ് മുതലപ്പുഴയിലെ തെരച്ചിൽ നടക്കുന്നത്. എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ? മുതലപ്പുഴയിൽ കാണാതായ ഷിജിനായുള്ള തെരച്ചിൽ ഇന്ന് 11ാം ദിവസം ആണ് തുടരുന്നത്. അതിൽ തന്നെ വളരെ ഈ പ്രതികൂലമായ ഒരു സാഹചര്യത്തിൽ കടലിന്റെ പ്രക്ഷുബ്ധമായ അവസ്ഥയിൽ വളരെ ബുദ്ധിമുട്ടിയാണ് ഈ തിരച്ചിൽ ഈ സമുദ്ര തീരങ്ങളിൽ നടക്കുന്നത്. ഡ്രോണിയർ വിമാനങ്ങളും കോസ്റ്റ് ഗാർഡിന്റെ കപ്പലും ഹെലികോപ്റ്ററും മറൈൻ ബോട്ട് സ്കൂബ ഡ്രൈവിംഗ് തുടങ്ങി വിവിധ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് സമുദ്രത്തിൽ തിരച്ചിൽ നടത്തുന്നത്. നാവികസേനയുടെ ഒരു ബോട്ടും ഈ തിരച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് രാവിലെ മുതലാണ് നേവിയുടെ സ്കൂബ ടീം തിരച്ചിലിന് ഇറങ്ങുന്നത്. കടലിന്റെ പ്രവാഹം ഈ മുതലപ്പുഴയിൽ നിന്ന് തെക്ക് ഭാഗത്തേക്കാണ് എന്ന് ഉള്ളതിനാൽ ഈ തമിഴ്നാടിന്റെ വിവിധ മേഖലകളിലും വിവിധ സമുദ്ര അതിർത്തികളിലും തിരച്ചിൽ വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് 11 മണിക്ക് ഇതുമായി ബന്ധപ്പെട്ട ഫിഷറീസ് വകുപ്പ് മന്ത്രിയുടെ ഉന്നതതല ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. ഇതിനുശേഷം മുഖ്യമന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്താനാണ് തീരുമാനം. അടിയന്തര പ്രശ്ന പരിഹാരമാണ് പ്രധാനമായും ഈ യോഗത്തിൽ ചർച്ചയാകുക എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ പ്രതികൂല കാലാവസ്ഥയിൽ ഈ തിരച്ചിലിന് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകുന്നുണ്ട്. ശരി, അഭിലാഷാണ് മുതലപ്പുഴയിൽ നിന്നുമുള്ള വാർത്തകൾ നമുക്ക് നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.